ഞായറാഴ്ച ഒരു അവധി ദിവസമായിരുന്നു ഇന്ന് എങ്കിലും ഇതൊരു പ്രവൃത്തി ദിവസമാണ്. സത്യപ്രതിജ്ഞ നടന്ന ദിവസം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സത്യപ്രതിജ്ഞ നടന്ന ദിവസം കൂടിയാണ്. പല വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമുള്ള സത്യപ്രതിജ്ഞ അടക്കം ഇന്ന് കണ്ടു. BJP-യിലുള്ളവർ സംസ്കൃതത്തിൽ വരെയാണ് സത്യപ്രതിജ്ഞ നടത്തിയത്. എന്നാൽ വിജയിച്ച സ്ഥാനാർത്ഥി സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപേ മരണപ്പെട്ട വാർത്ത നമ്മളിൽ ദുഃഖവും ഉണ്ടാക്കി. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് CPM-ന്റെ കൗൺസിലർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനേ ആയില്ല എന്നതാണ്. കൂട്ടത്തിൽ BJP-യും ഉണ്ട്. കാര്യം ജയിലിലായതാണ്. ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിയെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാനാവൂ. അങ്ങനെയാണെങ്കിലേ എന്ത് ചെയ്യാനാവുകയുള്ളൂ? സത്യപ്രതിജ്ഞ ചെയ്യാനാവുകയുള്ളൂ. എന്നാൽ അത് നടന്നില്ല എന്ന് വേണം പറയാൻ. കണ്ണൂരിൽ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന BJP CPM കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തില്ല. പയ്യന്നൂർ നഗരസഭയിലെ CPM കൗൺസിലർ VK നിഷാദ്, തലശ്ശേരി നഗരസഭയിലെ BJP കൗൺസിലർ U പ്രശാന്ത് എന്നിവരാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്താതിരുന്നത്. പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിലാണ് VK നിഷാദ് ശിക്ഷിക്കപ്പെട്ടത്. കോടിയേരിയിൽ CPM പ്രവർത്തകനായ P രാജേഷിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് U പ്രശാന്ത് ശിക്ഷിക്കപ്പെട്ടത്. കണ്ണൂർ കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും അടക്കം ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നടന്നത്. അതേസമയം എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ സത്യപ്രതിജ്ഞ നടക്കുന്നതിനിടെ കൗൺസിലറെ കയ്യേറ്റം ചെയ്യുന്ന കാഴ്ചയുണ്ടായി. പരിക്കേറ്റ UDF 16-ാം വാർഡ് കൗൺസിലർ ജോമി മാത്യുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കൂത്താട്ടുകുളം മംഗലത്തുതാഴം സ്വദേശി ജോസഫ് കുര്യനെ പോലീസ് കസ്റ്റഡിയിലും എടുത്തു. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലുമാണ്. രാവിലെ 10-നാണ് കോർപ്പറേഷനുകളിലും 11:30-ക്കുമാണ് സത്യപ്രതിജ്ഞ തുടങ്ങിയത്. മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം 26, പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27 നടക്കും. തിരുവനന്തപുരത്തും കൊച്ചിയിലും മേയർ ആരെന്നതിൽ തീരുമാനമായിട്ടില്ല. തിരുവനന്തപുരത്ത് R ശ്രീലേഖ എന്ന പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും തിരുവനന്തപുരത്ത് ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിലെത്തിയ BJP അംഗങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് പാളയത്ത് നിന്ന് ജാഥയായാണ് കോർപ്പറേഷനിലേക്ക് എത്തിയത്. KS ശബരിനാഥൻ അടക്കമുള്ള കോൺഗ്രസ് അംഗങ്ങൾ ഭരണഘടനാ പതിപ്പ് കയ്യിൽ പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തതും.